ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഈ വിളക്കില് ഈ പൂമാല ഇടുന്നത്, ഇത് കത്തുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ സുഗന്ധം മാറി ഉണ്ടാകുന്ന ദുർഗന്ധം, അതിനെക്കുറിച്ച് എന്താണ് ആരും ചിന്തിച്ചിട്ടില്ലാത്തത് എന്നുള്ള ആലോചിക്കണം. എന്താ പറയുക, നമുക്ക് വനം വകുപ്പിന് നമ്മളായിട്ട് ഈ ഒരു പ്രാക്ടീസ് നമുക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ഈ മന്ത്രിമാരെ വിളിക്കുമ്പോൾ അവതരണം ഉണ്ടല്ലോ, അത് നമുക്കിനി വേണ്ട. ഞങ്ങളെയൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന ഈ നാട്ടിൽ എന്താണ് ഞങ്ങൾ എന്നെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച്, കാരണം ഞാൻ 5 വർഷം മന്ത്രിയായിരുന്നപ്പോൾ ഇത് കേട്ടിട്ടുള്ളതാണ്. അന്നേരം ഏത് മന്ത്രി വന്നാലും നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അത് വേണ്ട, നമുക്ക് നമ്മളെല്ലാം പൊതുപ്രവർത്തകർ എന്നുള്ളതിൽ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് പറഞ്ഞു. ഇന്ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ഗീതത്തോടു കൂടിയാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചത്. എന്നാൽ പലരും എഴുന്നേറ്റില്ല. സാധാരണ പ്രാർത്ഥനാ ഗീതമാകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിർത്തും. ഞാനും എഴുന്നേറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ആലോചിച്ച്, ഒരു പക്ഷേ സദസ്സിൽ പലരും ആലോചിച്ച്, ദൈവത്തെ കാണുന്നത് പോലെ പരിസ്ഥിതിയെ കാണേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് തന്നെ ആ ഗാനത്തോട് സഹകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ കൂടെ പോയത്. ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഒന്നും കിടക്കും. നമുക്ക് എല്ലാവരും പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് വാചാലരാകാം. മുൻപൊരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവബോധവും വന്നിട്ടുണ്ട്. നമുക്ക് സംരക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പുത്തൻ തലമുറയിലാണ് അത് കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനടക്കം എൻ്റെ തലമുറയോ അതിന് മുമ്പുള്ള തലമുറയോ വികസന കാഴ്ചപ്പാടുകൾ, മാനവ ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഉള്ള കാഴ്ചപ്പാടുകളായിരുന്നെങ്കിൽ ഇന്ന് ആഗോളതാപം, ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കണമെന്നൊരു അവബോധം നമുക്കുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ പ്രാക്ടീസിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഒരു കാര്യം, ഞാൻ മന്ത്രിയായതിനു ശേഷം എനിക്ക് ഏറ്റവും അധികം നിവേദനങ്ങൾ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളടക്കം വന്നുകൊണ്ടിരിക്കുന്നത്, ഈ വനത്തിൽ കൂടെ അപ്പുറത്ത് കയറാൻ വളരെ എളുപ്പമാർഗമാണ്, റോഡ് തുറന്നു കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദങ്ങളാണ് വരുന്നത്. അതെല്ലാം മനുഷ്യന്റെ അല്ലെങ്കിൽ വികസന കാര്യങ്ങളുടെ മുൻകാലങ്ങളിലെ കാഴ്ചപ്പാട്. പക്ഷെ നമുക്കിനി എത്രത്തോളം പ്രകൃതിയെ പരീക്ഷിക്കാൻ ഒക്കും എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. ഒരു കാര്യം ഞാൻ പറയാം, പലപ്പോഴും നമ്മൾ ഈ ചർച്ച പോകുന്നത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നുള്ള നിലയിൽ പറയുമ്പോൾ, പ്രകൃതി എത്ര ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇവിടെ ഉണ്ടായിരുന്നതാണ്. അവരിനി സർവൈവ് ചെയ്തോ? പ്ലാനറ്റിനി സർവൈവ് ചെയ്യും. ഈ എല്ലാ പരീക്ഷണങ്ങളെ അനുസരിച്ച് മറികടന്നുകൊണ്ട് പ്ലാനറ്റ് സർവൈവ് ചെയ്യും. പക്ഷെ പ്ലാനറ്റിലുള്ള മനുഷ്യൻ സർവൈവ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യവും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വിഷയം. ഇവിടുത്തെ ജീവജാലങ്ങൾ എത്രത്തോളം സർവൈവ് ചെയ്യും ഇതുകൊണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് തീരുമാനിക്കേണ്ടത് പ്രകൃതിയെ സംരക്ഷിക്കുമല്ല, നമ്മുടെ അടുത്ത തലമുറയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി പോകുന്നത്. ഇന്ന് നിരവധിയായ യോഗങ്ങളുള്ളതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നു. ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ വനം വന്യജീവി സംഘർഷത്തെ കുറിച്ച്, വന്യജീവി അല്ലെങ്കിൽ മനുഷ്യനുമായിട്ടുള്ള സംഘർഷത്തെ കുറിച്ചൊക്കെ ഇതിന് ശേഷമുള്ള ഭാഗത്ത് ചെയ്യും. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം തന്നെ നിയമസഭയിൽ ഒരു ഫോട്ടോഗ്രാഫർ, ഒരു ചെറുപ്പക്കാരൻ നിലമ്പൂരിൽ നിന്ന് മന്ത്രിയെ കാണാൻ വന്നതാണ്. ചില രേഖകളുമായിട്ടാണ് അദ്ദേഹം നടത്തിയ ഒരു പഠനത്തിന്റെ രേഖകൾ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന, പ്രണയിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം വന്ന ഒരു കാര്യം, നാടുകാണി എന്ന് പറയുന്ന നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂരേക്ക് പോകുന്ന ആ വഴിയിൽ അവരുടെ NGO എന്നുള്ള നിലയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് അവർ ക്ലീനിങ് നടത്തി. നമ്മൾ ഹൈവേ കൂടെ വണ്ടി ഓടിച്ചു പോകുന്ന റോഡാണ്, വനത്തിൽ കൂടെ.
5600 കിലോ പ്ലാസ്റ്റിക് ആണ് അവിടെ ക്ലീൻ ചെയ്ത് ഈ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ നിന്ന് റിമൂവ് ചെയ്തു. എന്താണെങ്കിലും മൃഗങ്ങൾ കൊണ്ടിടുന്നതല്ലല്ലോ പ്ലാസ്റ്റിക്. നമ്മൾ മനുഷ്യൻ അവന്റെ ഞാൻ അറിഞ്ഞുകൊണ്ട് പ്രകൃതിക്ക് ദോഷം ചെയ്യണം എന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷെ ഇതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണ്. ഈ നമ്മുടെ പ്ലാനറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജീവജാലങ്ങൾക്കും ഓരോ റോളുണ്ട്. മറ്റെന്തിൻ്റെയൊക്കെ പ്രെഡേറ്റർ ആയിരിക്കും ഒരിത്. ഈ നിലയിലേക്ക് പോകുന്നത് നമ്മൾ ഇതിനെ ഒന്നും കണക്കിലെടുക്കാതെ പോകുന്നത് വളരെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഒരു കാര്യം തീരുമാനിച്ചു, 2 കാര്യം തീരുമാനിച്ചു. മൂന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു. ഒന്ന്, ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചു. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. രണ്ടാമത്തേത്, വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധന ഉണ്ടാകും. അത് ഈ ആർക്കെങ്കിലും അസൗകര്യമായി തോന്നിയാലും ശരി, അവരാലോചിക്കണം, നിങ്ങളുടെ അനന്തര തലമുറകൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനമെടുക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്നേരം ക്യാമറ സ്ഥാപിക്കുക, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കുക. മൂന്നാമത്തേത്, ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് നിരോധിക്കുക. പ്ലാസ്റ്റിക് നിരോധിക്കുക എന്ന് പറഞ്ഞപ്പം ഊട്ടിയിലേക്ക് പോകുന്നവർക്കറിയാം. ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷമാണ് ഒന്ന് ഊട്ടിയിലേക്ക് പോയത്. അവിടെ മേട്ടുപാളയത്തൊന്ന് മുന്നോട്ട് കയറുന്ന എല്ലാ വാഹനവും പരിശോധിച്ച് പ്ലാസ്റ്റിക് കുപ്പി അടക്കം നിർത്തി അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടേ വണ്ടി അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. അത്രയും വലിയ പ്രശ്നമായതുകൊണ്ടാണ് തമിഴ്നാട് കൊടൈക്കനാലിലും അത് തന്നെയാന്ന് പറയുന്നത്. ഞാൻ പോയിട്ടില്ല, അടുത്തൊന്നും പോയിട്ടില്ല. ആ നിലയിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ഇതിന്റെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് അതേ നിലയിലേക്ക് ഞങ്ങൾക്കിപ്പോ ചെയ്യാനൊക്കുന്ന ഫോറസ്റ്റ് അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഞങ്ങൾ ചർച്ച ചെയ്തു. നമ്മൾ എല്ലാ വർഷവും പരിസ്ഥിതി ദിനത്തിൽ ലക്ഷക്കണക്കിന് തൈ എല്ലാവരും വെക്കുന്നുണ്ട്. എവിടെയല്ലോ നാട്ടിൻപുറത്ത് വലിയ ഇതാണ് തൈ വെക്കൽ. എല്ലാ സംഘടനയും വെക്കും, സ്കൂളുകളിൽ വെക്കും, എല്ലാം വെക്കും. ഈ തൈയെല്ലാം കൂടെ വളർന്നിരുന്നെങ്കിൽ മനുഷ്യന് കേരളത്തിൽ താമസിക്കാൻ നോക്കുമായിരുന്നു. എന്ത് പറ്റുന്നു ഈ തൈക്ക്? വെക്കുന്നു, ഫോട്ടോഷൂട്ട് കിടക്കുന്നു, സോഷ്യൽ മീഡിയയിൽ വരുന്നു, പിന്നെ അത് പോകുന്നു. ഞാൻ ആരെയും കുറ്റം പറയാനില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്താണെങ്കിലും കേരളത്തിലെ ഇൻഡസ്ട്രീസ് പൊള്യൂട്ട് ചെയ്യുന്നു. ഇപ്പൊ എന്റെ പ്രിയ സുഹൃത്ത് CP ജോൺ പറഞ്ഞപ്പോഴാണ് ഒരർത്ഥത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ പൊള്യൂഷൻ KSRTC ആണ് നടത്തുന്നത് എന്ന് മറ്റൊരു ഘട്ടം. അതുകൊണ്ട് ഇപ്പോൾ നിർബന്ധിതമായിട്ടല്ല, ഇങ്ങനെ ഇൻഡസ്ട്രീസുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമുക്ക് സാമൂഹ്യ വനവൽക്കരണം അവരുടെ റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റുകയാണ്. നമ്മൾ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസുമായി സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഈ വെക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രദേശം അവർക്ക് കൊടുക്കുകയും അവരുമായിട്ട് ചർച്ച ചെയ്ത് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ഈ നിലയിലേക്ക് സോഷ്യൽ ഫോറസ്ട്രി ഇതിന് പകരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ആദ്യം അവരെ ബോധ്യപ്പെടുത്തുക, ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ ഭാവിയിൽ നിയമം വഴി ചെയ്യണമെങ്കിൽ നിയമം കൊണ്ടുവന്നിട്ട് തന്നെ ആ ഒരു മേഖലയിലേക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ തീരുമാനം. മൂന്നാമത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ പഞ്ചായത്തുകൾക്ക് ഒരു വലിയ റോളുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി സംരക്ഷിക്കുന്ന പഞ്ചായത്തുകൾക്ക് വലിയ റോള് നിർവഹിക്കാനുണ്ട്. പക്ഷെ പഞ്ചായത്തുകൾ, ഭരണസമിതികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ബയോഡൈവേഴ്സിറ്റി ആക്ടിൽ ചില പ്രൊവിഷനുണ്ട്. കമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക്
വാണിജ്യ ആവശ്യങ്ങൾക്ക് വനത്തെ സമീപിക്കുന്ന, വനത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് വനത്തിലേക്ക് കടന്നു വരുന്നതിനും ചെയ്യുന്നവർക്ക് ഒരു സെസ് കൊടുക്കാൻ ഉള്ള പ്രൊവിഷൻ നിയമത്തിൽ ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് പ്രകൃതി സംരക്ഷണം എന്ന ഹെഡിൽ തന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ആ നിയമം പ്രാവർത്തികമാക്കി ചെറിയൊരു സെസ് ആയിരിക്കും. അത് പഞ്ചായത്തുകൾക്ക് ആ ഫണ്ട് ലഭ്യമാക്കുന്നതും അതിന്റെ വിനിയോഗത്തെ കുറിച്ചുള്ള ഡയറക്ഷൻ ഞങ്ങൾ ഇവിടുന്ന് നൽകുന്നതായിരിക്കും. അതുപോലെ പഞ്ചായത്തുകൾക്ക് ഫണ്ടില്ലാത്ത ഒരു പ്രശ്നം മാറുകയും, ഉദാഹരണത്തിന് എത്ര നമ്മുടെ വനത്തിൽ നിന്നുള്ള ചന്ദനം ഒരു വർഷം കുടിക്കുന്നതിന്റെ വാല്യൂ 60 കോടിയുടെ ചന്ദനം ഒരു വർഷം വനത്തിൽ നിന്ന് കുടിക്കുന്നു. കമേഴ്ഷ്യൽ പർപ്പസ് ആണല്ലോ. അതിന്റെ 1% എന്ന് പറഞ്ഞാൽ 60 ലക്ഷം രൂപയാണ്. പക്ഷെ ഒരു പഞ്ചായത്തിന് അല്ലെങ്കിൽ സമീപത്തുള്ള 2 പഞ്ചായത്തുകൾക്ക് 60 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. ആ നിലയിലേക്കുള്ള കാര്യങ്ങളോട് ആലോചിക്കുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് കാര്യം പറഞ്ഞാലും ഇതിനെക്കുറിച്ച് 2 വശമുണ്ട്. നമ്മുടെ നാടതാ അമ്മയെ തല്ലിയാലും 2 വശം പറയുന്ന ഒരു നാട് തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ ഇനിയും വൈകിക്കൂടാ. പ്രകൃതി സംരക്ഷണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്, ഓരോ പൗരന്റെയും ദൗത്യമാണ് എന്ന സന്ദേശം നമുക്ക് കൊടുക്കാൻ സാധിക്കണം. പ്രകൃതിയെ സംരക്ഷിക്കുക, ചടങ്ങിന് വേണ്ടി എല്ലാ വർഷവും പരിസ്ഥിതി ദിനം നടപ്പാക്കുന്നത് മാറി ഒരു പുതിയ സംസ്കാരം വളർത്തുന്നതിന്റെ തുടക്കം ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം മുതൽ ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഈ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിസ്ഥിതി ദിന പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.